വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തക്കവണ്ണം ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേർഡ് ടു വേൾഡ് ചാനലിലൂടെ ഇതനേർക്ക് കാണുവാനും കേൾക്കുവാനും ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടീനെയും അങ്ങ് സഹായിക്കണമേ. ഇത് കേൾക്കുന്ന മക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുകയും തിരുനാമത്തിലൂടെ മഹത്വപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. 1 Samuel chapter 15 verse 22. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അനേക കാര്യങ്ങൾ നാം ചെയ്യുന്നവരാണ്. നേർച്ചകൾ നാം ചെയ്യാറുണ്ട്, നേർച്ച കൊടുക്കാറുണ്ട്, നാം ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവം നാം ഈ ചെയ്യുന്നതൊക്കെയും സസൂക്ഷ്മം വീക്ഷിക്കുന്നുവെന്നും അതിൻ്റെ ഉറവിടം എവിടെയാണെന്നും ദൈവം അറിയുന്നു എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ അത് സാധ്യമാകുമെന്ന് കരുതി ഒരുപക്ഷെ ദൈവിക കൽപ്പനകൾ അത് രേഖപ്പെടുത്തിയതുകൊണ്ടൊക്കെയും ആകാം നാം ചെയ്യുന്നത്. കാരണം നേർച്ച നേരുന്നത് നല്ലത്, നേർന്നാൽ അത് കൊടുക്കണം. നേരാതെ ഇരിക്കുന്നതാണ് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതെന്നൊക്കെയും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേർച്ച നാം കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പെരുന്നാളുകൾ നാം നടത്തുക, ഇതൊക്കെയും നല്ലതെങ്കിലും അതിൻ്റെ ഉറവിടം പലപ്പോഴും ദൈവം നിരീക്ഷിക്കുന്നുവെന്ന് നാം ചിന്തിക്കാറില്ല. ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ ശമൂവേൽ പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ പ്രവാചകൻ, ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനോട് പറയുന്ന വചനമാണ് നാം വായിച്ചത്. ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. 1 ശമൂവേൽ 15:22. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലതാകുന്നു. എന്താണ് ഇത് പറയുവാനുള്ള കാരണം? ഇതിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ ശൗലിനെ ദൈവം ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ദൈവം എന്ന് പറയുമ്പോൾ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം, ശൗല് ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവാണ്, ആ രാജാവിനെ ചില ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനം നാം വായിക്കുന്നു. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, യഹോവ നിന്റെ ജനമായ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങൾ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളയുക. ഇസ്രയേലിൻ്റെ രാജാവായി ശൗലിനെ
ദൈവം കൽപ്പിച്ചതനുസരിച്ച് ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. എന്നിട്ട് ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം ശൗലിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. നമുക്കറിയാം, 430 വർഷത്തെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനതയെ ദൈവം മോശ എന്ന ഒരു നേതാവിനെ ദൈവം ഉയർത്തി അവൻ നയിച്ച് അവരെ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ യാത്രാ മധ്യേ അമാലേക്ക് എന്ന ഒരു ജനത ഇവരെ ആക്രമിച്ചു. ദൈവത്തിൻ്റെ ജനതയാണ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അതുകൊണ്ട് അവരോട് ദൈവത്തിന് ഒരു പ്രതികാരം, അല്ലെങ്കിൽ ദൈവം പറയുകയാണ്, അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. നീ അവർക്ക് നേരെ ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുക. എന്നിട്ട് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. ഒന്നുപോലും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായും അവരെ നശിപ്പിക്കുവാനുള്ള ആജ്ഞയാണ് ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ ശൗലിനോട് പറയുന്നത്. വളരെ വ്യക്തമായി പറയുകയാണ്. തുടർന്ന് അവരോട് കനിവ് തോന്നരുത്. എന്നിട്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളയും. അപ്പോൾ ഒന്നും ബാക്കി വയ്ക്കാതെ, ഒരു കരുണയും അവരോടുണ്ടാകാതെ, ഒരു കനിവും അവരോടുണ്ടാകാതെ പൂർണ്ണമായി അവരെ നശിപ്പിക്കുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് ശൗലിനെ ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ശൗല് ഇസ്രായേലിൻ്റെ രാജാവാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ നയിക്കുന്ന രാജാവാണ് ശൗല്. അപ്പോൾ സ്വന്തം ജനതയ്ക്കെതിരെ പ്രവർത്തിച്ച ഈ ജനതയോട്, അതായത് അമാലേക്ക് എന്ന ജനതയോടുള്ള പ്രതികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ദൈവം ചെയ്യുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരോട് നാം ഇടപെടുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രയധികം പ്രാഗൽഭ്യമുണ്ട് എന്ന് നാം ഓർക്കാറില്ല. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകാം, ദൈവകൃപയിൽ ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരാകാം. അത് ബാഹ്യമായ ഒരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും നാം അവരോട് ഇടപെടുമ്പോൾ എങ്ങനെ നാം ഇടപെടണം? കാരണം ഇത് ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് വലിയ പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയോട് ചെയ്യുന്ന എന്തെങ്കിലും കൊള്ളരുതായ്മ അല്ലെങ്കിൽ അകൃത്യമായി നാം എന്തെങ്കിലും ചെയ്താൽ അത് ദൈവം അന്നും ഇന്നും ദൈവം അത് അറിയുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുകൂടി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നാം താഴോട്ട് വരുമ്പോൾ എന്താണ് ശൗൽ ചെയ്യുന്നത്? 4-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, ശൗൽ ജനത്തെ ഒന്നിച്ചുകൂട്ടി തെലായിമിൽ വെച്ച് അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേരൊഴികെ കാലാൽപ്പട 200,000 ഉണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് താഴ്വരയിൽ പതിയിരുന്നു. അമാലേക്കരെ പൂർണ്ണമായും നശിപ്പിക്കുവാനുള്ള കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ശൗൽ പോവുകയാണ്. എന്നിട്ട് അവിടെ പതിയിരുന്നു. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രൈമിന് കിഴക്കുള്ള ശൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ശൗൽ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ തുടർന്നുള്ള വാക്യം നാം വായിക്കുമ്പോൾ അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ വിശിഷ്ടമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായതൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ ദൈവം എന്താണ് വളരെ വ്യക്തമായി, അതായത് അവിടെയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെയും ആ കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഭരിച്ച് കളയുവാനുള്ള ആജ്ഞ കൊടുത്ത് ശൗലിനെ അയക്കുമ്പോൾ ശൗൽ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല.
അവരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഇടയിലുള്ള തടിച്ച മൃഗങ്ങൾ, ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ വിശിഷ്ടമായവയെ കൊല്ലാതെ അവൻ അവയെ ജീവനോടെ സൂക്ഷിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. ഭാഗികമായ അനുസരണം, ദൈവം പറഞ്ഞത് പൂർണ്ണമായും അനുസരിക്കാത്ത ശൗലിനെ നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം കഴിയും. അടുത്ത തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത്, ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ നിവർത്തിച്ചതുമില്ല. ഇത് ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവൻ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ആദ്യത്തെ രാജാവായ, അതായത് ഇസ്രായേൽ ജനത ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭരണകാലം നമുക്കറിയാം, ന്യായാധിപന്മാരുടെ ഭരണകാലമാണ്. അത് നിർത്തി ശമൂവേലിൻ്റെ മക്കൾ അതിന് യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് വേണ്ടി അവർ അപേക്ഷിക്കുകയും ദൈവം അതിനുള്ള നിബന്ധനകൾ വ്യക്തമായി അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. രാജാവ് നിങ്ങൾക്കുണ്ടായാൽ ഇന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്, അതൊന്നും കുഴപ്പമില്ല. മാത്രമല്ല ദൈവം പറയുകയാണ്, അവർ നിന്നെയല്ല എന്നെയാണ് നിന്ദിച്ചത്. കാരണം അവരുടെ രാജാവ് രാജാതിരാജാവായ ദൈവമായിരുന്നു. ആ ദൈവമെന്ന മഹാരാജാവ് കൂടാതെ മറ്റൊരു രാജാവിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവം അപ്രകാരം ചെയ്യുവാൻ തക്കോണം പറഞ്ഞതനുസരിച്ചാണ് ദൈവത്താൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശൗല്. അപ്പോൾ ഈ ശൗലിനെ ഞാൻ രാജാവായി വാഴിച്ചതിൽ ദുഃഖിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തി ദൈവത്തെ അനുസരിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദുഃഖം അതിൽ ഉണ്ടാകും എന്നുകൂടി നാം ഇതിലൂടെ മനസ്സിലാക്കുക. എന്നിട്ട് പറയുകയാണ്, അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്നെ വിട്ടുമാറിയിരിക്കുന്നു പറയുമ്പോൾ അവൻ വലിയ പാപമൊന്നും ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞത് പൂർണ്ണമായും അനുസരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അത് ദൈവത്തിന് വലിയ ദുഃഖമായി തീരുന്നു എന്ന് നാം ഇവിടെ വായിക്കുവാണ്. 12-ാം വാക്യത്തിൽ, ശമൂവേൽ ശൗലിനെ എതിരേൽക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും വിജയസൂചകമായ ഒരു സ്മാരക സ്തംഭം നാട്ടിയ ശേഷം തിരിഞ്ഞ് ഗിൽഗാദിലേക്ക് പോയി എന്നും ശമൂവേൽ അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകനായ ശമൂവേലിനെ കാണുമ്പോൾ ശൗൽ പറയുകയാണ്, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. എന്നാൽ ശമൂവേൽ പറയുകയാണ്, അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്ത് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഞാൻ കേൾക്കുന്നത്? ദൈവം പറഞ്ഞത് നീ അനുസരിച്ചു എന്ന് നീ അവകാശപ്പെടുന്നു, പക്ഷേ ഇപ്പോഴും ഈ മൃഗങ്ങളുടെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. അതിന് കാരണം എന്താണ്? അപ്പോൾ അവൻ കാരണം പറയുകയാണ്, അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും ഉത്തമമായവയെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. എന്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഈ ശബ്ദം എന്തുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശൗൽ പറയുകയാണ്, അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ആര്? അവൻ്റെ സൈന്യം അല്ലെങ്കിൽ അവൻ്റെ ജനം കൊണ്ടുവന്നതാകുന്നു എന്ന് ശൗൽ പറയുകയാണ്. അതായത് അവൻ ചെയ്ത തെറ്റ് അവന് അംഗീകരിക്കാതെ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന, ഇത് ഇൻഡയറക്റ്റായിട്ട് അതിനർത്ഥം എന്താണ്? ഞാനല്ല, പിന്നെ ഇവരാണിത് ചെയ്തത്, ഇവരാണിത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ നാം പലപ്പോഴും ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പാപം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം എങ്കിൽ പോലും നാം അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാതെ മറ്റുള്ളവയെ പഴിചാരും. മറ്റുള്ളവർ എന്നെ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടാത്ത പാപമായിട്ടാണ് ഇപ്രകാരം നമുക്കത് ആദി മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഈ പാപം ആരംഭിക്കുകയാണ്. ഹവ്വായോട് ചോദിക്കുമ്പോൾ പാമ്പൻ എന്നെ വഞ്ചിച്ചു, ആദമിനോട് ചോദിക്കുമ്പോൾ നീ എനിക്ക് തുണയായി തന്ന ഹവ്വ എനിക്ക് പറിച്ചു തന്നു, ഞാൻ ഭക്ഷിച്ചു. അങ്ങനെ പരസ്പരം പഴിചാരുന്ന ഒരു പ്രവണത ഉൽപ്പത്തിയുടെ കാലം മുതൽ മനുഷ്യനിലുണ്ട് എന്ന് നാം കാണുകയാണ്. എന്നാൽ ഈ പാപം നാം ചെയ്തു എന്ന് പറയുമ്പോൾ ആ പാപത്തെക്കുറിച്ച് അനുതപിക്കാതെ വരുമ്പോഴാണ് ദൈവത്തിനതിൽ ദുഃഖമായി തീരുന്നത്. ഇവിടെ ശൗലിന് അനുതാപം ഉണ്ടായില്ല. ശൗലിനൊരു അവസരം ഇവിടെ വാസ്തവത്തിൽ വീണ്ടും ലഭിക്കുകയാണ്. തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ
അവന് ആ തെറ്റിനെ തിരുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ രാജപദവിയിൽ അവൻ നിലനിൽക്കുമായിരുന്നു. നമുക്കറിയാം പിന്നീട് രാജാവ് വന്ന ദാവീദ് ചെയ്ത തെറ്റ് ഇതിലും വലിയ തെറ്റുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഏറ്റുപറഞ്ഞു, എന്നോട് ഞാൻ തന്നെ എനിക്കെതിരെ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറഞ്ഞ് അനുദപിച്ചവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ തെറ്റുകളെ ദൈവം ക്ഷമിച്ച് അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ വരുന്ന തെറ്റുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരിക്കലും അതിന് ഒരു ന്യായീകരണമില്ല. ശൗല് ന്യായീകരിക്കുകയാണ്. അവർ ചെയ്തതാകുന്നു, അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും ഉത്തമമായവയെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ ജീവനോടെ ശേഷിച്ചു. അപ്പോൾ ഇതെന്തിനാണ്? ഇത് എൻ്റെ ആവശ്യത്തിനായിട്ടല്ല, പിന്നെ ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും മെച്ചമായവയെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞ് ആ തെറ്റിനെ പൊതിയുവാൻ തക്കവണ്ണം, അതിനെ ന്യായീകരിക്കുവാൻ തക്കവണ്ണം ശൗലിലൂടെ ശ്രമിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, 16-ാമത്തെ തിരുവചനം, ശമൂവേൽ ശൗലിനോട്, നിൽക്കുക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിൻ്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുന്നതുവരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്ത്? അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, നിന്നെ ഒരു വഴിക്ക് അയച്ചു, നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ പൂർണ്ണമായിട്ടും അനുസരിച്ചില്ല. നീ ഒരു കൊള്ള, അതായത് അവരുടെ പക്കലുള്ള മെച്ചമായവയെ കൊള്ളയടിച്ചുകൊണ്ട് നീ വന്നിരിക്കുകയാണ്. എന്തിനാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. ഈ കൊള്ള കൊണ്ട് യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടാണ് നീ വന്നിരിക്കുന്നത്. ഇത് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവത്തിനു വേണ്ടി നാം കൊടുക്കുന്നവരാകാം, ഒരുപക്ഷെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകാം. പക്ഷേ ഇതെങ്ങനെയുള്ളതാണ് എന്ന് ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നേർച്ച ആഴ്ചകൾ നാം നടത്തും, അല്ലെങ്കിൽ പെരുന്നാളുകൾ നാം നടത്തും. പക്ഷേ ഇതിൻ്റെ ഈ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് ദൈവം നിരീക്ഷിക്കുന്നുണ്ട്, ദൈവം എപ്പോഴും വീക്ഷിക്കുന്നുണ്ട്. നാം ഉദാഹരണത്തിന് ഒരു മദ്യശാല നടത്തുന്നവരാണ്, അല്ലെങ്കിൽ മദ്യം വിൽക്കുന്ന നമ്മുടെ ഷോപ്പിലെ കടകളിൽ മദ്യം വിൽക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. ഒരിക്കലും ദൈവത്തിൽ അതിന് പ്രസാദകരമാവില്ല. കാരണം ആ മദ്യക്കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം വിഷമാണ്. അപ്പോൾ മറ്റു മനുഷ്യർ നശിക്കുവാൻ തക്കവണ്ണം ഉള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഭാഗമായി നാം ഒരുപക്ഷെ മദ്യം കുടിക്കുന്നില്ലായിരിക്കും, നാം എടുത്ത് കൊടുക്കുന്നില്ലായിരിക്കും, നമ്മുടെ ജോലിക്കാരായിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെയും ശരിയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായി ദൈവപ്രമാണത്തിനെതിരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ലാഭം, അല്ലെങ്കിൽ ആ ലാഭം വർദ്ധിക്കുവാൻ, നമ്മുടെ ബിസിനസ് വർദ്ധിക്കുവാൻ നാം നേർച്ചാഴ്ചകൾ നടത്തുമ്പോൾ നാം ചിന്തിക്കുക, അതിനകത്ത് അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ലെവലിലൊക്കെയും ജോലി ചെയ്യുമ്പോൾ മറ്റ് സഹപാഠികൾ ഒരുപക്ഷെ കൈക്കൂലി വാങ്ങുന്നവരാകാം. അതുകൊണ്ട് ഞാനും വാങ്ങുന്നു, അല്ലെങ്കിൽ അത് ഇന്നത്തെ സ്വാഭാവികമാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയിട്ട് അതിൽ നിന്നൊരല്പം ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് പ്രസാദമല്ല, പിന്നെയോ ദൈവം അതിൽ ദുഃഖിക്കുന്നു എന്ന് ഈ ശൗലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് താഴോട്ട് നാം വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് 21-ാമത്തെ തിരുവചനം, എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ള മുതലിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശൗൽ വീണ്ടും അവിടെ അതിനെ ന്യായീകരിക്കുകയാണ്. അതായത് 20-ാമത്തെ വാക്യം, ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവ് ആഗാഗിനെ കൊണ്ടുവന്നു, അമാലേക്കിനെ നിർമൂലമാക്കി കളഞ്ഞു. ആഗാഗിനെ കൊണ്ടുവരാൻ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആഗാഗിനെ, രാജാവിനെ കൊല്ലാതെ രാജാവിനെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുന്നു, എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ള മുതലിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഞാനല്ല ചെയ്തത്, ജനമാണ് ചെയ്തത്. അത് കൊണ്ടുവന്നത് മറ്റൊന്നിനുമല്ല, ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ, കൊള്ള കൊണ്ട് ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ അവനവിടെ പരിശ്രമിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ദൈവത്തിൻ്റെ കൽപ്പന
അനുസരിക്കുന്നതിനേക്കാൾ അപ്പുറം മറ്റൊന്നുമില്ല. ഒരു യാഗത്തിലും ദൈവത്തിന് പ്രസാദകരമാകുകയില്ല എന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലതാകുന്നു. തുടർന്ന് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. നാം 23-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു, നിഷേധം മന്ത്രവാദം പോലെ പാപമാകുന്നു, നിർബന്ധ ബുദ്ധി മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിഷേധം, അതായത് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനോട് പറയുന്നു, നീ എന്താണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ന്യായീകരണമാണ്. ഇത് ഞാനല്ല, ജനമാണ്, മറ്റുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെ ദൈവത്തിന് യാഗമർപ്പിക്കുക. അപ്പോൾ തിരുവചനം നാം വായിക്കുകയാണ്, നിഷേധം മന്ത്രവാദം പോലെ. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണ് മന്ത്രവാദം. മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രവാദം എന്ന് പറയുമ്പോൾ മറ്റ് ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്ന തരങ്ങളിലുള്ള പ്രവർത്തനം. അപ്പോൾ നിഷേധം, അതായത് പറഞ്ഞത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ, അനുസരിക്കുവാൻ കഴിയാതെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. അതിനാണ് നിഷേധം. അപ്പോൾ പറയുകയാണ്, നിഷേധം മന്ത്രവാദം പോലെ പാപമാകുന്നു, നിർബന്ധ ബുദ്ധി മിഥ്യാപൂജയും. അപ്പം ചില ശാഠ്യമാണ്. നിർബന്ധ ബുദ്ധി അത് മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദൈവം വെറുക്കുന്ന പാപമാണ്. ആദ്യത്തെ കൽപ്പന, നിൻ്റെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. മറ്റു ദൈവത്തെ ആരാധിക്കുന്നത് വിഗ്രഹം ആരാധന തുല്യമാണ്. ഞാനല്ലാതെ ഒരു ബിംബവും നിങ്ങൾക്കുണ്ടാകരുത്, ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവവും ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ നാം ഈ പാപത്തെ ദൈവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്ന പ്രവാചകൻ പറയുകയാണ്, നിർബന്ധ ബുദ്ധി മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവിക കൽപ്പനകൾ എന്ത് നമ്മെ പഠിപ്പിക്കുന്നുവോ അത് പൂർണ്ണമായും അനുസരിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും ഒരു വലിയ ചുമതല ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഇവിടെ നമുക്ക് കാണുകയാണ്. അതായത് അവൻ ചെയ്ത തെറ്റിനെ കവർ ചെയ്യുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ പഴിചാരുക മാത്രമല്ല, ഇത് എൻ്റെ ഗുണത്തിനല്ല, എൻ്റെ നന്മയ്ക്കല്ല ഞാനിത് കൊണ്ടുവന്നത്, പിന്നെ നിനക്ക് യാഗമർപ്പിക്കുവാനാണ് എന്ന് പറഞ്ഞ് അവിടെ അവൻ ആ തെറ്റിനെ മൂടി വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുകയാണ്. അതുപോലെ തന്നെ പലപ്പോഴും നാം ചിന്തിച്ചേക്കാം, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാം. പലപ്പോഴും നാം ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ അനുസരണത്തെക്കാൾ ഉപരിയായ ഒരു യാഗമില്ല എന്ന് കർത്താവ് അല്ലെങ്കിൽ ദൈവം നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുക. ആ അനുസരണമാണ് ദൈവിക അനുഗ്രഹങ്ങളിലേക്ക്. കാരണം അനുസരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൽ വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് ദൈവം പറയുന്നത് അനുസരിക്കുവാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സൗകര്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നാം ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ചെയ്യുവാനാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പണം ദൈവം നൽകിയാൽ അല്പം പണം കൊടുക്കുവാൻ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടേതാകുന്ന ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ ദൈവം എന്തു പറയുന്നു അത് പൂർണ്ണമായും അനുസരിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത് എന്നീ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധി കടന്നു വന്ന് ദൈവത്തോട് നാം ചോദിക്കുന്നവരാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നാം പലപ്പോഴും പറയും, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവം എന്നോട് എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, അത് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതനുസരിക്കുവാൻ നമുക്ക് കഴിയണം. അത് നാം പലപ്പോഴും അനുസരിക്കാതെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ നാം താല്പര്യം, നാം എന്തെങ്കിലും കൊടുക്കാം, സഹായിക്കാം, പ്രയാസത്തിലായിരിക്കുന്നവരെ സഹായിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം പലപ്പോഴും നാം ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് വേണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നത് ദൈവം ഏറ്റവും അധികം മാനിക്കുന്നു എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശൗല് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവൻ്റെ യോഗ്യതകൾ കൊണ്ടല്ല ദൈവം അവനെ തിരഞ്ഞെടുത്തു.
ഒന്നാമത്തെ രാജാവായിട്ട് ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു. ശൗല് ഈ അനുസരണക്കേട് ഉണ്ടായവൻ്റെ ജീവിതത്തിൽ വീണ്ടും ആ തെറ്റ് തിരുത്തുവാൻ ഒരുപക്ഷെ അവന് അവസരം അവിടെ ശമൂവേൽ പ്രവാചകൻ കൊടുത്തു. അതായത്, ഞാൻ കേൾക്കുന്ന ശബ്ദം എന്താണെന്ന് പറയുമ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കുവാൻ അവന് കഴിയുമായിരുന്നു. എന്നാൽ അവൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാണ്. അതുകൊണ്ടാണ് പ്രവാചകനോട് പറയുന്നത്, നിഷേധം മന്ത്രവാദം പോലെ പാപമാകുന്നു, നിർബന്ധ ബുദ്ധി മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തെറ്റ് എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമ്മോട് ഇടപെടും. അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, ആ തെറ്റിനെ ഓർത്ത് അനുദപിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കൊണ്ട് കഴിയുന്നത്. ഇത് നല്ലൊരു ഉദാഹരണം നമുക്ക് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിലൂടെ കാണുവാൻ കഴിയും. നാഥാൻ പ്രവാചകൻ കടന്നു ചെന്ന് ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ, അതായത് അവൻ്റെ തെറ്റിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ നിമിഷം അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പാപങ്ങളെ ഏറ്റുപറയാണ്. 51-ാം സങ്കീർത്തനം വലിയ അനുതാപ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ദൈവമേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു പോയി, നിൻ്റെ ദയയ്ക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ. ആ അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് വ്യഭിചാരവും കൊലപാതകവും ചതിയുമൊക്കെയും ചെയ്ത ദാവീദിന് ആ സ്ഥാനത്ത് നിലനിൽക്കുവാനും ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ദാവീദിൻ്റെ വംശത്തിലൂടെ ജനിക്കുവാനും സാധ്യമായത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നാം ചെയ്യുന്നത് എന്തിൽ നിന്നാണെന്നുള്ളത് ദൈവം വീക്ഷിക്കുകയാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ യാഗത്തേക്കാൾ ദൈവം വിലമതിക്കുന്നു എന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ നിറവിലൊരു ജീവൻ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.